ഈ വാട്ടർ സ്റ്റേഡിയത്തിൽ അങ്ങനെ 3 ജലരാജാക്കന്മാരുടെ പോരാട്ടം. 1-ാം ട്രാക്കിൽ വലിയ ദിവാഞ്ചി, 3-ാം ട്രാക്കിൽ മേൽപ്പാടം, 4-ാം ട്രാക്കിൽ കാരിച്ചാൽ, അങ്ങനെ കാരിച്ചാൽ 4-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കാരിച്ചാൽ, അങ്ങനെ ജലചക്രവർത്തി കാരിച്ചാൽ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചിറകിലേടി അലൻ 3 തൈക്കിൽ, നെയ്ഡൻ 3 തൈക്കിൽ ക്യാപ്റ്റനായിട്ടുള്ള മനോജ് ചിപ്പി, ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കാരിച്ചാലിന്റെ ചിറകിലേറി അങ്ങനെ എതിരാളികളെ നിഷ്ഫലമാക്കിക്കൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ എതിരാളികളെ വള്ളപ്പാടുകൾ പിന്തള്ളിക്കൊണ്ട് ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുകയാണ്. വലിയ ദിവാഞ്ചിയും മേപ്പാടവും വളരെ പിന്നിലാണ്. അവരൊപ്പത്തിനൊപ്പം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത് എത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം. 7-ാം നമ്പർ വള്ളം വലിയ ദിവാഞ്ചി, 14-ാം നമ്പർ വള്ളം മേപ്പാടൻ. അങ്ങനെ മേപ്പാടവും വലിയ ദിവാഞ്ചിയും അങ്ങനെ 2-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം കിടക്കുമ്പോൾ അത് മേപ്പാടം. 14-ാം നമ്പർ വള്ളം KBC SFBC കുമരകത്തിന്റെ മേൽപ്പാടം ഇതാ രണ്ടാമതായി കടന്നുപോയി. 3-ാമതായി വലിയ ദിവാഞ്ചിയും കടന്നുപോയി. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള 19 ജല ചക്രവർത്തിമാർ 5 ഫീറ്റ്സുകളിലായി പുന്നമട കായലിന്റെ കുഞ്ഞോളങ്ങളെ പുളർച്ചണിയിച്ചുകൊണ്ട് കടന്നുപോയെങ്കിൽ ഇനിയോ ലൂസൈഡ് ഫൈനൽ മത്സരങ്ങളാണ്. അതോടൊപ്പം തന്നെ ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് നടക്കേണ്ടത്. അങ്ങനെ ആവേശമലതല്ലി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള പ്രസാദ സുന്ദരമായിട്ടുള്ള ഒരു സ്വയം സന്ധിയോടടുക്കുമ്പോൾ പുന്നമട കായൽ അങ്ങനെ അണിഞ്ഞൊരുങ്ങുകയാണ്. അങ്ങനെ ഓളം തിമർപ്പോടുകൂടി ഓളം വെട്ടിക്കൊണ്ട് അർക്കരശ്മികൾ വെള്ളത്തിലേക്ക് പതിക്കുമ്പോൾ സുന്ദരിയായി നിൽക്കുകയാണ് പുന്നമട കായല്. ജലചക്രവർത്തിമാരുടെ പോരാട്ടങ്ങൾ കടന്നുപോയി. ഇനിയും പ്രാഥമിക മത്സരങ്ങൾ കടന്നു. ഇനിയും വീറും വാശിയും നടക്കുന്ന ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾക്ക് വീറും വാശിയും പ്രകടമാക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ചുണ്ടൻവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഈ വാട്ടർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പായി ചെറുവള്ളങ്ങളുടെ ഈ ഇരുട്ടുകുത്തി C ഗ്രേഡിന്റെ B ഗ്രേഡിന്റെ A ഗ്രേഡ് വെപ്പുവള്ളം A ഗ്രേഡ് B ഗ്രേഡ് സെക്കൻഡോടി വള്ളങ്ങളുടെ ഒക്കെയായിട്ടുള്ള വനിതകൾ തുഴയുന്ന ചുരുളവള്ളം അടക്കമുള്ള വള്ളങ്ങളുടെ മത്സരത്തിന്റെ ഫൈനൽ മത്സരങ്ങളാണ് ഇനിയും നടക്കേണ്ടത്. ആ മത്സരങ്ങൾ നടന്നു കഴിഞ്ഞാൽ തുടർന്ന് ജലചക്രവർത്തിമാരുടെ ഈ പ്രാവശ്യത്തെ 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവം ആര് മുത്തമിടുമെന്ന് കാണുന്നതിന് വേണ്ടി ആകാംക്ഷാഭരിതരായി ജലോത്സവ പ്രേമികൾ ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കുന്ന വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ച ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ കാണാൻ കഴിയുകയാണ്. ജയപ്രകാശ് കിടങ്ങരയാണ് വിവരങ്ങൾ നൽകിയത്. മത്സരത്തിന്റെ തത്സമയ വിവരണം ജയപ്രകാശ് വീണ്ടും നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. ആവേശകരമായിട്ടുള്ള ഹീറ്റ്സ് മത്സരത്തിനൊടുവിൽ അതിൽ ഏതൊക്കെ വള്ളങ്ങളാണ് ഫൈനലിലേക്ക് എത്തിയത് എന്നുള്ളതിൽ ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. കാരണം എന്താണെന്നാൽ ഇത്തവണ ഏറ്റവും മികച്ച ടൈമിൽ ഫിനിഷ് ചെയ്ത 4 വള്ളങ്ങളാണ് ഫൈനലിലേക്ക് എത്തുക. ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് ഹീറ്റ്സിലെ ഏറ്റവും മികച്ച സമയം കുറിച്ച 4 വള്ളങ്ങൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരെ നമുക്ക് കാത്തിരിക്കാം. ആദ്യ വിലയിരുത്തൽ ഒരുപക്ഷെ കാരിച്ചാലും ഒപ്പം തന്നെ BBC-യും ഉറപ്പായും ഫൈനലിലേക്ക് എത്തിയെന്ന് പ്രതീക്ഷിക്കണം. പക്ഷേ അപ്പോൾ പോലും ഒരു വാശിയേറിയ ഹീറ്റ്സ് മത്സരമായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫലങ്ങൾക്കായി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. MG രേണുക നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രേണുക, ആവേശം അത് അങ്ങ് പരകോടിയിലായിരുന്നു ഹീറ്റ്സിൽ പോലും. അപ്പോൾ ഫൈനലാകുമ്പോൾ ആവേശത്തിന്റെ തിടമ്പ് എത്രത്തോളം ഏറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയോ കണക്കുകൂട്ടുകയോ പ്രയാസകരമാണ്. എന്താണ് സാഹചര്യം രേണുക അവിടെ? എൽദോ 4 ഫൈനലുകൾ കണ്ട അല്ലെങ്കിൽ 5 ഫൈനലുകൾ കണ്ട ആവേശമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഏറ്റവും വാശിയേറിയ മത്സരം നടന്നത് 4ാം ഹീറ്റ്സിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാം. അത്രമാത്രം ആവേശമായിരുന്നു. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു വള്ളംകളി ഇത്ര അടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് കാണുന്നത്. ഓരോ മത്സരവും ഫൈനലിന്റെ ആവേശം പകരുന്നതായിരുന്നു. ഇവിടെയൊക്കെ വെള്ളത്തിൽ ഇറങ്ങിക്കിടന്ന് ബോട്ട് ക്ലബ്ബുകളുടെ ആരാധകർ ആവേശം അങ്ങ് ആകാശത്തോളം എത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എൽദോ സൂചിപ്പിച്ചതുപോലെ മികച്ച സമയം കുറിച്ച് മാത്രമേ ഇത്തവണ ഫൈനലിൽ എത്താൻ കഴിയുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആനാരി ഫസ്റ്റ് ഹീറ്റ്സിൽ 4 മിനിറ്റ് 59 സെക്കൻഡ് 59.39 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യുന്നു. ചമ്പക്കുളം 4.3
ആദ്യം ഫിനിഷ് ചെയ്യുന്നത് 4ാം ഹീറ്റ്സിൽ. കാരിച്ചാൽ ഇവിടെ നോക്കൂ, BBC-യുടെ ആരാധകർ വെള്ളത്തിൽ കിടക്കുകയാണ് മണിക്കൂറുകളായി. അവരുടെ ആരാധകർക്ക് ഏറ്റവും മികച്ച സമയം കുറിച്ചുകൊണ്ടാണ് 4.14.35 സെക്കൻഡ് ഇത് കുറിച്ചുകൊണ്ട് കാരിച്ചാൽ ആരാധകരുടെ എല്ലാ പ്രതീക്ഷകളും നിറവേറ്റിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും മികച്ച സമയം കുറിച്ച ടീമുകളായിരിക്കും ഇനി ഫൈനലിൽ മാറ്റുരയ്ക്കുക. അങ്ങേയറ്റം ആവേശത്തിലാണ് നമുക്ക് കാണികളെ കാണാൻ കഴിയുന്നത്. ഓരോ മത്സരവും അത്ര മികച്ചതായിരുന്നു. മികച്ച മത്സരം തന്നെ ടീമുകൾക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു. ആ ആവേശം നിറഞ്ഞു നിന്നു. മത്സരത്തിന് ഒരു ലാഗും ഉണ്ടാകാതെ ചിട്ടയായ ക്രമീകരണങ്ങളോടെ നടത്തിപ്പും വലിയ ആവേശം സൃഷ്ടിച്ചു. ഒരു ഫൈനൽ അതിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഹീറ്റ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ അടുത്ത ഹീറ്റ്സിന്റെ തുടക്കം നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ആവേശിലായിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് ആവേശം അലതല്ലുകയായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഇനി രാവിലെ 11 മുതൽ നടന്ന ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ അതിന്റെ ഫൈനൽ മത്സരങ്ങളിലേക്കാണ് പോവുക. ഏറ്റവും ഒടുവിലാണ് എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഏറ്റവും ആവേശകരമായ ഫൈനൽ മത്സരത്തിലേക്ക് നീങ്ങുക. ഇപ്പോൾ തന്നെ ഇത്രയും ആവേശമാണെങ്കിൽ, ഇത്രയും വലിയ കടുത്ത മത്സരമാണെങ്കിൽ എന്താകും ഫൈനൽ എന്ന ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്. എൽദോ, നമ്മളൊരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിന്റെ ഫൈനൽ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ IPL-ന്റെ ഫൈനൽ അതിനേക്കാളൊക്കെ ആവേശം നിറയ്ക്കുന്ന തരത്തിൽ ഈ പുന്നമടയെ വിഭജിച്ചുകൊണ്ട് 4 ട്രാക്കുകളിലായി ഈ കളെ പോലെ ചെമ്പൻ വള്ളങ്ങൾ, ചുണ്ടുവള്ളങ്ങൾ ഇങ്ങനെ പാഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ അവരുടെ ശാരീരിക ക്ഷമത തെളിയിച്ചുകൊണ്ട് തുഴക്കാർ അത് തുഴഞ്ഞ് മുന്നിലെത്തിക്കുന്നു. അവരെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നു. അവർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു. അവരുടെ